ഈസ് ബാക്ക്. ആക്ടർ ലാലേട്ടൻ ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. യെസ്, തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോഴാ തുടരും. അതെ, തുടരും എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു 10-20 മിനിറ്റ് നമ്മളിങ്ങനെ അലിഞ്ഞിരിക്കും. എന്താ പറയാ, നമ്മളൊരു ഫസ്റ്റ് ഒരു സാധനം തന്നെ നമ്മളെ പഴയ സത്യനന്ദിക്കാട് മൂവി കണക്ക് ഇങ്ങനെ പോകുന്ന ഒരു ഫ്ലോയില് ഒഴുകിയങ്ങ് പോകും. ഞാനും ഫസ്റ്റ് സത്യം പറയല്ലേ, ഞാനും മറ്റേ എന്താ പറയാ റിവ്യൂ പറയണം അങ്ങനത്തെ ഒരു സിനിമാറ്റോഗ്രഫി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിലെ ഒരു 20 മിനിറ്റ്സ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫാൻ ബോയ് മൂവ്മെന്റ് ഇങ്ങനെ ഇരിക്കുക. ഓഡിയൻസ് കൈയടിച്ച് എന്ത് അടിപൊളിയായിരുന്നു. കിഡിലെ ഓഡിയൻസ്, അവർക്ക് എല്ലാവർക്കും സിങ്ക് ആയി സത്യം പറഞ്ഞ പടം. പിന്നെ പറയുകയാണെങ്കിൽ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. പുള്ളി മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പുള്ളിയുടെ അല്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും വർക്ക് ആവത്തില്ല. അത് കുറെ നാൾക്ക് ശേഷം കേൾക്കാതിരുന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പാട്ടുകൾ ലിക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ അന്യായ സാധനമാണ്. പിന്നെ ഫാമിലി ഓഡിയൻസ് ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. ഇത്രയും നാളും തിയേറ്ററിൽ എന്താ പറയാ നല്ല പടങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പ്രേക്ഷകർക്ക് ഞങ്ങൾ ഉറപ്പായിട്ടും പറയാം, ധൈര്യമായിട്ട് പോയി കണ്ടോ. ഫാമിലി 100% സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങത്തില്ല. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഓൾറെഡി ശരിയല്ലേ പിന്നെ അതേ തന്നെ മറ്റേ എന്തായിരുന്നു ലൂസിഫറിന്റെ എത്രയായിരുന്നു 300K ടിക്കറ്റ് ആണ്ടല്ലോ ഉള്ളായിരുന്നു. ഇപ്പം പടം ഇറങ്ങിയതിനു ശേഷം ഹൈപ്പ് വന്ന്, അതായത് റിലീസ് കഴിഞ്ഞു, മിക്സഡ് ഇല്ല, റിലീസ് കഴിഞ്ഞിട്ടും ഇപ്പം 400K ആണ്ട് ആയി ടിക്കറ്റ് പടം റിലീസിന് ശേഷം. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടിക്കറ്റ് കമ്മെന്ന് പറഞ്ഞു പോയി. അത് സത്യം ശരിയാണ്. വീണ്ടും പറയാണ് ലാലേട്ടൻ ഈസ് ബാക്ക്. അപ്പം സൈനിങ് ഓഫ്, അഫ്സൽ മസർ ആൻഡ് ഓക്കെ.